ഓക്കെ, അടുത്തൊരു മെട്രിക്സ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. അതായത് ഇവിടെ if A is a matrix and O is the null matrix of the same order as that of A, then അതായത് ഇവിടെ A എന്ന മെട്രിക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് O എന്ന നൾ മെട്രിക്സും ഉണ്ട്. നൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കേസിൽ O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് A പ്ലസ് O ചെയ്തിട്ടുണ്ടെങ്കിലും O പ്ലസ് A ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് എന്താണ്? A എന്ന മെട്രിക്സ് തന്നെയായിരിക്കും അല്ലെ? അതായത് ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ A എന്ന മെട്രിക്സിലെ എലമെന്റ്സ് നോക്കൂ. 1 3 5 5 -1 -1 അല്ലെ? അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? O എന്ന നൾ മെട്രിക്സും ഉണ്ട് അല്ലെ? നൾ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും 0 ആണ് അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? A പ്ലസ് O ചെയ്ത് നോക്കുക. A പ്ലസ് O ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 പ്ലസ് 0 1, 3 പ്ലസ് 0 3, 5 പ്ലസ് 0 5, 5 പ്ലസ് 0 5, -1 പ്ലസ് 0 -1, -1 പ്ലസ് 0 -1. അതായത് ഒരു O എന്ന നൾ മെട്രിക്സിനോട് A ആഡ് ചെയ്യുമ്പോൾ, A എന്ന മെട്രിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെ ആയിരിക്കും? സെയിം റിസൾട്ട്. അതായത് നമുക്ക് തന്നിട്ടുള്ള A എന്ന മെട്രിക്സ് തന്നെയായിരിക്കും. അതായത് A മെട്രിക്സിന്റെ എലമെന്റ്സ് തന്നെയായിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് അല്ലെ? അതായത് 0നോട് എന്ത് നമ്മൾ ആഡ് ചെയ്താൽ അതേ ആൻസർ അല്ലെങ്കിൽ അതേ എലമെന്റ്സ് തന്നെയാണല്ലോ കിട്ടുന്നത്. അതാണ് ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെ? അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു തന്നിരിക്കുന്ന മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ വിപരീത ചിഹ്നങ്ങൾ ചേർത്ത് വേറൊരു മെട്രിക്സ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ആ രണ്ട് മെട്രിക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു നൾ മെട്രിക്സ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചിഹ്നം മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മളെ നെഗേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നെഗേഷൻ ചെയ്യുക, മെട്രിക്സ് നെഗേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് അതിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ നോക്കുക, അതാണ് നമ്മൾ ഈ ഒരു സംഭവം എന്താണ്? നെഗേഷനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? -c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗേഷനെ പ്രതിഫലിപ്പിക്കുന്ന ചിഹ്നമാണ് ഇത് അല്ലെ? അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ A പ്ലസ് മൈനസ് A ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് A പ്ലസ് A ഈസ് ഈക്വൽ ടു നൾ അല്ലെങ്കിൽ 0 അല്ലെ? 0 ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ നൾ ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ നോക്കുക. A എന്ന മെട്രിക്സ് എന്താണ്? A ന്റെ വാല്യൂ എന്താണ്? മെട്രിക്സ് Aയിൽ തന്നിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് 1 3 5 5 -1 -1. ഇനി ഇതിന്റെ നെഗേഷൻ ചെയ്യാൻ എന്താണ്? തന്നിരിക്കുന്ന മെട്രിക്സിന്റെ എലമെന്റ്സിനെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റുന്നു. അപ്പൊ അതായത് ഇപ്പൊ ഇവിടെ +1 ഉള്ളത് നമ്മൾ -1 ആക്കുന്നു, 3 ഉള്ളത് നമ്മൾ -3 ആക്കുന്നു, 5 ഉള്ളത് -5 ആക്കുന്നു, 5 ഉള്ളത് -5 ആക്കുന്നു, -1 ഉള്ളത് +1 ആക്കുന്നു, വീണ്ടും -1 ഉള്ളത് +1 ആക്കുന്നു. അപ്പൊ ഇതാണ് നെഗേഷൻ ഓഫ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി ഈ രണ്ട് മെട്രിക്സുകൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് A മെട്രിക്സും അതിന്റെ നെഗേഷൻ ഓഫ് A മെട്രിക്സും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു നൾ മെട്രിക്സ് ആണ്. അതായത് എലമെന്റ്സ് മൊത്തം 0 ആയിട്ടുള്ള ഒരു നൾ മെട്രിക്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് ഇവിടെ നോക്കൂ, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ +1ഉം -1ഉം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു, +3ഉം -3ഉം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു, ആൻഡ് +5ഉം -5ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും അല്ലെ? അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് മെട്രിക്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ്, അതായത് A പ്ലസ് B ഈസ് ഈക്വൽ ടു B പ്ലസ് A. അതായത് എയും ബിയുമായി കൂട്ടുന്നതും ബിയും എയുമായി കൂട്ടുന്നതും റിസൾട്ട് തുല്യമായിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അതായത് 1ഉം 2ഉം കൂട്ടുമ്പോഴും 2ഉം 1ഉം കൂട്ടുന്നതും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സം ഓഫ് A പ്ലസ് B പ്ലസ് C കൂട്ടിയാലും A പ്ലസ് സം ഓഫ് B പ്ലസ് C കൂട്ടിയാലും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് എന്താണ്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിന്റെ കൂടെ ഒരു നൾ മെട്രിക്സ് കൂട്ടിയാൽ അതിന്റെ സെയിം മെട്രിക്സ്, ആ തന്ന മെട്രിക്സ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു
അല്ലെ, അതായത് എ എന്ന മെട്രിക്സിന്റെ കൂടെ ഒ എന്ന നൾ മെട്രിക്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഈ എക്ക് തുല്യമായിട്ടുള്ള മെട്രിക്സ് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ നോക്കൂ, അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നെഗേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എ പ്ലസ് നെഗേഷൻ ഓഫ് എ, അതായത് ഒരു തന്നിരിക്കുന്ന മെട്രിക്സിനെ അതിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റി മറ്റൊരു മെട്രിക്സ് നമുക്ക് കിട്ടുന്നു. ആ മെട്രിക്സുമായിട്ട് നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നൾ മെട്രിക്സ് ആയിരിക്കും. അടുത്തൊരു ഭാഗം നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ഒരു മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയെ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ഒരു മെട്രിക്സിന് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയെ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണ്, രണ്ട് മെട്രിസസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ട് മെട്രിസസ് തമ്മിൽ നമ്മൾ ഇൻഡു ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്താന്ന് നോക്കുക. ഒരു കണ്ടീഷനാണ്, ഇഫ് ദി നമ്പർ ഓഫ് കോളം ഓഫ് ഫസ്റ്റ് മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ കോളം, ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം, അതായത് ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, അതിലിപ്പോൾ എ ആൻഡ് ബി അല്ലെ, എ ആൻഡ് ബി എന്നുള്ള രണ്ട് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, ഇവിടെ നമ്മൾ എന്റെ കോളം ശ്രദ്ധിക്കണം, കോളം, അതായത് ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആണ്, അതിന്റെ കോളം അല്ലെ, കോളം ഇപ്പൊ നമ്മൾ എം ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് റോയും എൻ എന്ന് പറയുന്നത് കോളം ആണെന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഇവിടുത്തെ കോളം എൻ അല്ലെ, നെക്സ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ മെട്രിക്സിന്റെ റോക്ക് ഈക്വൽ ആവണം. അതായത് ഇവിടുത്തെ എ എന്ന മെട്രിക്സിന്റെ, അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയിനോട് ഈക്വൽ ആവണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് അല്ലെ, അതായത് ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ ഐ ജി എം ഇൻറ്റു എൻ, ഇങ്ങനെ ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക അല്ലെ. അതായത് എ ഐ ജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ എലമെന്റ്സ് ആണ് അല്ലെ. ഈ എലമെന്റ്സ് എം ഇൻറ്റു എൻ എന്നുള്ള ഓർഡറിലാണ്. അതായത് എം എന്ന് പറയുന്നത് റോയും എൻ എന്ന് പറയുന്നത് എന്താണ്, കോളമും ആണ് അല്ലെ, കോളംസും ആണ്. ഇപ്പൊ ബി എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ നോക്കുക, നമുക്ക് കണ്ടീഷൻ എന്താണ്, എ മെട്രിക്സിന്റെ കോളത്തിന് ഈക്വൽ ആവണം ബി മെട്രിക്സിന്റെ റോ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും, എം ഇൻറ്റു എൻ എന്ന് പറയുന്നത് കോളം ആൻഡ് റോ, ഇതിന്റെ കോളം എന്താണ്, എൻ ആണ്. അപ്പൊ ബി എന്ന മെട്രിക്സിന്റെ റോക്ക് ആ കോളം ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും, എൻ, ഇത് രണ്ടും ഈക്വൽ ആയി, ഇൻറ്റു പി എന്ന് പറയുമ്പോൾ ബി മെട്രിക്സിന്റെ കോളമാണ്. അപ്പോ ബി മെട്രിക്സിന്റെ കോളവും എ മെട്രിക്സിന്റെ റോയും ഈക്വൽ അല്ലെങ്കിലും പ്രശ്നമില്ല. ഫസ്റ്റ് മെട്രിക്സിന്റെ, ഇവിടെ ഫസ്റ്റ് മെട്രിക്സ് എ ആയിരിക്കും, അപ്പൊ എ മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സ് ആയ ബിയുടെ റോയും തമ്മിൽ ഈക്വൽ ആവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്, സി മെട്രിക്സ് സി. അപ്പൊ സി മെട്രിക്സ് എങ്ങനെയാണ് കിട്ടുക, അതായത് സി ഈസ് ഈക്വൽ ടു സി ഐ ജെ എം ഇൻറ്റു പി അല്ലെ. അതായത് ഈ എ മെട്രിക്സിന്റെ റോയും ബി മെട്രിക്സിന്റെ കോളവും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് സി ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സും ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സും തന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് കാണാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ, ആദ്യത്തെ മെട്രിക്സിന്റെ കോളമിനോട് രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ ഈക്വൽ ആയിരിക്കണമെന്ന് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ എ എന്ന മെട്രിക്സ് 2 into 3 ആണ്. അതായത് ഇവിടെ 2 റോയും 3 കോളംസും അടങ്ങിയിട്ടുള്ള മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് ആയ ബി 3 into 3 ആണ്. അതായത് 3 റോയും 3 കോളംസും അടങ്ങിയിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ആദ്യത്തെ മെട്രിക്സ് ആയ എന്റെ കോളം നമ്പർ എത്ര കോളംസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അത് എന്തിനോട് ഈക്വൽ ആവണം, രണ്ടാമത്തെ മെട്രിക്സ് ആയ ബിയുടെ റോനോട് ഈക്വൽ ആവണം. അപ്പൊ ഈക്വൽ ആണ് അല്ലെ. അതായത് എ മെട്രിക്സിന്റെ കോളം നമ്പർ 3 ആണ്, ബി മെട്രിക്സിന്റെ റോ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് അല്ലെ. ബിയിൽ 3 റോ ഉണ്ട്, എയില് 3 കോളംസും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് കാണുക എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യാൻ നോക്കുക, ഇവിടെ എ ബി പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടും.
അപ്പൊ എ ബി പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുക നോക്ക്. ഇവിടെ ഫസ്റ്റ് നോക്ക്, എ ബി പ്രൊഡക്റ്റ് കിട്ടുക C11. സി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് ആണ് അല്ലെ, നമുക്ക് കിട്ടുന്ന മറ്റൊരു മെട്രിക്സ് ആണ്. അതായത് ഇത് രണ്ടും ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു മെട്രിക്സ് കിട്ടും, അതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് നോക്കൂ, C11. C11 എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം. C12 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റോ രണ്ടാമത്തെ കോളം. C13 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റോ മൂന്നാമത്തെ കോളം അല്ലെ. C21 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോ ഒന്നാമത്തെ കോളം. C22 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം. C23 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം. ഇനി നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ആദ്യം നമുക്ക് C11 കിട്ടണം. എങ്ങനെയാ കിട്ടുക? C11 എന്ന് പറഞ്ഞ എലമെന്റ് കിട്ടണം നമുക്ക്. അപ്പൊ നോക്കൂ, ഇവിടെ എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ റോ എടുക്കുക അല്ലെ. അതായത് ഇതിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവും തമ്മിൽ ഇൻഡു ചെയ്യണം. അപ്പൊ നോക്കൂ, ഇതിന്റെ റോ എന്ന് പറയുമ്പോൾ റോയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ മെട്രിക്സിന്റെ റോയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് നോക്കൂ. 1 അല്ലെ. 1 into 0. ബിയിലെ ബി എന്ന മെട്രിക്സിന്റെ കോളത്തിലെ ഒന്നാമത്തെ എലമെന്റ് 0 ആണ്. ഇവിടെ എ എന്ന മെട്രിക്സിന്റെ റോയിലെ ഒന്നാമത്തെ എലമെന്റ് 1 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 1 into 0 പ്ലസ് എ എന്ന മെട്രിക്സിലെ റോയിലെ രണ്ടാമത്തെ എലമെന്റ് എന്താണ്? 3 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 into 5 അല്ലെ പ്ലസ് 5 into -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ 1 into 0 ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. 3 into 5 ചെയ്താൽ 15 കിട്ടും, 15 കിട്ടും അല്ലെ. അപ്പൊ 0 plus 15 പ്ലസ് 5 into -1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -5 കിട്ടും. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 0 plus 15 minus 5 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പൊ C11 അതായത് എ ബി പ്രൊഡക്റ്റ് സി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി 10. ഓക്കെ, അടുത്തത് നോക്കൂ, C12 എന്താണ്? എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ ഇവിടെ. അതായത് C12 അല്ലെ, അതായത് ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം. അപ്പൊ ഇവിടെ റോ എന്താണ്? സെയിം തന്നെയാണ്. 1 into 1 രണ്ടാമത്തെ കോളം ഇതാണ്. 1 into 1 3 into 2 plus 5 into 2 അല്ലെ. 1 into 1 plus 3 into 2 plus 5 into 2 അല്ലെ. അതപ്പോ നമുക്ക് എന്ത് കിട്ടും? 1 plus 3 into 2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നു. 5 into 2 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടുന്നു അല്ലെ. അപ്പൊ അത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 17 കിട്ടുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് C13 എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് C13 എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ റോ 1 into 2, അതേപോലെ തന്നെ 3 into 1 minus 5 into 1 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 plus 3 plus 5 is equal to 10 കിട്ടും. ഇനി അടുത്തത് C21 എങ്ങനെയാണ് കാണുക? രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം അല്ലെ. രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ 5 -1 ഇതാണ് രണ്ടാമത്തെ റോ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യത്? 5 into ഒന്നാമത്തെ കോളം 0 5 -1 അതാണ് അല്ലെ. അതായത് 5 into 0 plus -1 into 5 plus -1 into -1 നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും ഇത് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ അടുത്തത് C22 ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ റോയിലെ എ എന്ന മെട്രിക്സിന്റെ രണ്ടാമത്തെ റോയും ബി എന്ന മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നോക്കൂ, ഇവിടെ രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് 1 2 2 അടങ്ങിയിട്ടുള്ള കോളമാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നോക്കൂ. 5 into 1 plus -1 into 2 plus -1 into 2 is equal to 5 minus 2 is equal to 1 അല്ലെ. അതേപോലെ തന്നെ അടുത്തത് C23 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കൂ. അതായത് രണ്ടാമത്തെ എ എന്ന മെട്രിക്സിന്റെ രണ്ടാമത്തെ റോയിലെ ബി എന്ന മെട്രിക്സിലെ മൂന്നാമത്തെ കോളത്തിലെ എലമെന്റുകൾ ഇൻഡു ചെയ്യുന്നു അല്ലെ. അപ്പൊ എങ്ങനെ കിട്ടും? രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് എ എന്ന മെട്രിക്സിലെ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് 5 into ബി എന്ന മെട്രിക്സിലെ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് 2 അല്ലെ. അപ്പൊ 5 into 2 plus -1 into 1 plus -1 into 1 is equal to 10 minus 1 minus 1 is equal to 8. അപ്പൊ നമുക്ക് കിട്ടുന്ന എ ബി പ്രൊഡക്റ്റ് അഥവാ സി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും? C11 എത്ര കിട്ടിയത്? 10. C12 നമുക്ക് എത്ര കിട്ടി? 17 അല്ലെങ്കിൽ 17 അല്ലെ. C13 നമുക്ക് 10 കിട്ടി അല്ലെ. അപ്പോ അതേപോലെ തന്നെ C21 4 കിട്ടി, C22 1 കിട്ടി, C23 8 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്.
അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് മെട്രിക്സിലെ റോയും സെക്കൻഡ് മെട്രിക്സിലെ കോളവും ഇൻഡു ചെയ്യണം തമ്മിൽ. അപ്പൊ ആ ഒരു ഭാഗം നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു ഭാഗം നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് അസോസിയേറ്റീവ്, അല്ലെ? അസോസിയേറ്റീവ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത് നോക്കുക. അതായത് 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എ, ബി ആൻഡ് സി എന്നിങ്ങനെയുള്ള 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മെട്രിക്സിന്റെ കോളമിനോട് രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ ഈക്വൽ ആവണം, അല്ലെ? അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും? എം ഇൻറ്റു എൻ എന്നുള്ള ഒരു അതാണ് എന്റെ ഓർഡർ. ബിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? അപ്പോ ഈ എൻ എന്ന് പറയുമ്പോൾ എന്റെ കോളം, അല്ലെ? അപ്പൊ ബിന്റെ കോളത്തിനോട് ഈക്വൽ ആവണം. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? എൻ ഇൻറ്റു പി, അല്ലെ? പി അതായത് റോ അതെങ്ങനെയാവാം, അല്ലെ? അതായത് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളം എങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും ഒന്നാമത്തെ മെട്രിക്സിന്റെ കോളവും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി സി വരുമ്പോൾ എങ്ങനെയായിരിക്കും? സിന്റെ റോയും ആൻഡ് ബിന്റെ കോളവും തമ്മിൽ ഉണ്ടായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലെ? അതായത് പി ഇൻറ്റു ക്യൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഓർഡറിലുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അതായത് പ്രൊഡക്റ്റ് ഓഫ് എ ബി ഇൻറ്റു സി ചെയ്താലും ബി ഇൻറ്റു സി, അതായത് എ ഇൻറ്റു ബി സി ചെയ്താലും ഈക്വൽ റിസൾട്ട് ആയിരിക്കും കിട്ടുക, അല്ലെ? അതായത് സി ഇൻറ്റു എ ബി ചെയ്താലും അല്ല എ ഇൻറ്റു ബി സി ചെയ്താലും സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ നമ്മൾ 3 മെട്രിക്സ് തന്നിട്ടുണ്ട്, എ ബി സി, അല്ലെ? അതായത് നോക്കൂ ഇവിടെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് എ ബി കണ്ടെത്തണം, അല്ലെ? അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഇത് ഈക്വൽ ആവുന്നുണ്ടോ എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എ ബി കണ്ടുപിടിക്കണം. എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തമ്മിൽ ഇൻഡു ചെയ്യണം, അല്ലെ? അതായത് ആദ്യം നമ്മൾ മെട്രിക്സ് എന്റെ റോയും മെട്രിക്സ് ബിന്റെ കോളത്തിനോട് ഇൻഡു ചെയ്യുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കൂ. ഇവിടെ ഫസ്റ്റ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 4, അല്ലെ? അപ്പൊ 4 പ്ലസ് 1 നമുക്ക് 5 കിട്ടും. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ. 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു -3, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -6 കിട്ടും. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ. 3 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു -2, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 11 കിട്ടും, അല്ലെ? അതേപോലെ തന്നെ അടുത്തത് നോക്കൂ. ഇവിടെ 3 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു -3, അപ്പൊ നമുക്ക് ഇവിടെ -12 കിട്ടും. അപ്പൊ നമുക്ക് എ ബി കിട്ടി. അതേപോലെ നമുക്ക് ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റ് എ ബി നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ കൂടെ നമ്മൾ സി മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? അപ്പൊ സി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റിനോട്, അതാണ് എ ബി, ഈ കിട്ടിയിട്ടുള്ള മെട്രിക്സ് എ ബിയോട് നമ്മൾ ഈ ഒരു സി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ എന്ത് ചെയ്യാം? അതും ചെയ്ത് നോക്കുക, അല്ലെ? അതായത് ഇവിടെ നോക്ക്. ഫസ്റ്റ് എങ്ങനെയാവും ചെയ്യുക? ഇവിടെ ഇതിന്റെ എ ബിയുടെ റോയിനോട് സിന്റെ കോളംസ് ഇൻഡു ചെയ്യണം. അതായത് ഇവിടെ 5 ഇൻറ്റു 1 പ്ലസ് -6 ഇൻറ്റു 0, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടുന്നു. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ. 5 ഇൻറ്റു -1 പ്ലസ് -6 ഇൻറ്റു 1. അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ -11 ഇൻറ്റു 5 പ്ലസ് -11 ഇൻറ്റു 5 പ്ലസ് -12 ഇൻറ്റു 11. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, അല്ലെ? അതായത് 11 ഇൻറ്റു 5 പ്ലസ് ആൻഡ് -12 ഇൻറ്റു 11. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തമ്മിലാണ് കേട്ടോ. 5 ഇൻറ്റു 1 പ്ലസ് അതേപോലെ തന്നെ പ്ലസ് -6 ഇൻറ്റു 0, അപ്പൊ 5 കിട്ടും. അതേപോലെ തന്നെ -6 ഇൻറ്റു -1 പ്ലസ് 5 ഇൻറ്റു -6 ഇൻറ്റു -1 -5 ഇൻറ്റു -5 ഇൻറ്റു -1 പ്ലസ് -6 ഇൻറ്റു +1.
അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഈ ഫസ്റ്റത്തെ മെട്രിക്സിന്റെ റോയും സെക്കൻഡ് മെട്രിക്സിന്റെ കോളവും തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലെ? അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടുക 5 into 5 into 1 പ്ലസ് -6 into -6 into 0 അല്ലെ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ കിട്ടുക? 0 എന്ന് തന്നെയാണ് കിട്ടുക അല്ലെ? അപ്പൊ ഇവിടെ പിന്നെ എന്താ ഉള്ളത്? 5 മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ 5 എന്ന് എഴുതുന്നു. അതേപോലെ തന്നെ അടുത്തത് നോക്കൂ. അടുത്ത ഈ എലമെന്റ് എങ്ങനെയാ കിട്ടുക? ആദ്യം നമ്മൾ 5 into -1 5 into -1 അപ്പൊ നമുക്ക് എത്ര കിട്ടും? -5 കിട്ടുന്നു. then -6 into 1 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എന്താണ്? -6 കിട്ടുന്നു അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എത്രയായിരിക്കും? 11 -11 കിട്ടുന്നു. അതേപോലെ ഓരോന്നും ചെയ്യാം അല്ലെ? അപ്പൊ ആദ്യത്തെ റോയും ഫസ്റ്റത്തെ മെട്രിക്സിന്റെ കോളത്തിലെ എലമെന്റും തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. അതേപോലെ തന്നെ ഫസ്റ്റത്തെ മെട്രിക്സിന്റെ സെക്കൻഡ് റോയും അതുപോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ സെക്കൻഡ് കോളവും തമ്മിലുള്ള എലമെന്റ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുന്നു അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ അല്ലെ, അതായത് പ്രൊഡക്റ്റ് ഓഫ് AB into C നമുക്ക് കിട്ടിയത് എത്രയാണ്? 5 -11 11 -23 അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനോട് ഈക്വൽ ആവുന്നുണ്ടോ? A into A പ്രൊഡക്റ്റ് ഓഫ് BC ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം B into C കണ്ടുപിടിക്കണം അല്ലെ? അതായത് B യും C യും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണിത്. ഇനി ഈ ആൻസറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമുക്ക് BC. അങ്ങനെ നമുക്ക് BC കിട്ടി. ഈ BC യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ A മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഓഫ് AB into C യും അതേപോലെ തന്നെ A into പ്രൊഡക്റ്റ് ഓഫ് BC ചെയ്താലും കിട്ടുന്ന ആൻസർ സെയിം തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത്. പ്രോപ്പർട്ടി അസോസിയേറ്റീവ് എന്ന് പറയുന്നത് 3 മെട്രിക്സുകൾ A and B C അതിന്റെ ഓർഡർ M into N N into P P into Q ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. അതായത് പ്രൊഡക്റ്റ് ഓഫ് AB into C is equal to A into പ്രൊഡക്റ്റ് ഓഫ് BC. അപ്പൊ അതിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത് നമുക്ക് ഇപ്പോൾ രണ്ട് മെട്രിക്സിന്റെ സമ്മിനോട്, അതായത് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി കിട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ടിനോട് മറ്റൊരു മെട്രിക്സ് ഇൻറ്റു ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് തുല്യമാണ്? ഈ രണ്ട് മെട്രിക്സുകൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അത് പ്ലസ് ചെയ്യുന്നതിനോട് തുല്യമാണ്. അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ ABC 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ B plus C, അതായത് ബിയും സിയും കൂടെ കൂട്ടിയിട്ട് അതിനോട് കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു സം റിസൾട്ടിന്റെ കൂടെ നമ്മൾ Aനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മളിവിടെ A into B plus B into C ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? B plus C കണ്ടുപിടിക്കണം. ബിയും സിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ട് നോക്കണം അല്ലെ? B plus C എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 plus 1 2 കിട്ടും അല്ലെ? അതേപോലെ തന്നെ 0 plus -1 കിട്ടുന്നു. 2 plus 0 2 കിട്ടുന്നു. -3 plus 1 -2 കിട്ടുന്നു. അപ്പൊ അത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ റിസൾട്ടിനോട്, ഈ കിട്ടിയ സമ്മിന്റെ കൂടെ നമ്മൾ A ഇൻറ്റു ചെയ്യുന്നു. A എന്ന മെട്രിക്സ് ഇൻറ്റു ചെയ്യുന്നു അല്ലെ? അപ്പൊ A എന്നുള്ള മെട്രിക്സ് എന്താണ്? ഇതാ 1 2 3 4 എന്നടങ്ങി എലമെന്റ്സ് ഉള്ള മെട്രിക്സിനെ നമുക്ക് ഈ കിട്ടിയ റിസൾട്ടിനോട് കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 6 -5 14 -11 എന്നുള്ള A into B plus C എന്ന മെട്രിക്സ് നമുക്ക് കിട്ടുന്നു അല്ലെ? അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്? അതായത് ഇവിടെ ഈ ഒരു മെട്രിക്സിന്റെ, അതായത് A എന്ന മെട്രിക്സിനോടൊപ്പം നമ്മൾ B plus C എന്ന സമ്മിനെയാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുക? ഇതിന്റെ കോളംസിലെ എലമെന്റ്സിനോട് ഈ മെട്രിക്സിലെ ഫസ്റ്റ് മെട്രിക്സിലെ റോയിലെ എലമെന്റ്സിനോട് സെക്കൻഡ് മെട്രിക്സിലെ കോളംസിലെ എലമെന്റ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്. ഓക്കെ, അപ്പൊ അതായത് A into B plus C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്. ഇനി
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനോട് ഈക്വൽ ആവുന്നുണ്ടോ ഇങ്ങനെ ചെയ്താൽ, അതായത് എ പ്ലസ് ബി പ്ലസ് എ സി ചെയ്താൽ ഈക്വൽ ആവുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ഇൻറ്റു ബി കാണണം. അപ്പോ എയും ബിയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? എ ഇൻറ്റു സി കാണണം അല്ലെ? എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണിത്. ഇനി നമുക്ക് എന്ത് കാണണം? എ ഇൻറ്റു സി ചെയ്യണം അല്ലെ? എ മെട്രിക്സും സി മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു അല്ലെ? ഇത് തമ്മിൽ ഈ എ ഇൻറ്റു ബിയും എ ഇൻറ്റു സിയും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, എ ഇൻറ്റു സം ഓഫ് ബി പ്ലസ് സിനോട് ഈക്വൽ ആവുന്നുണ്ടോ? എ ഇൻറ്റു ബി പ്ലസ് എ സി ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഈക്വൽ ആവുന്നുണ്ട്. അതാണ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്, സോറി ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് രണ്ട് മെട്രിക്സിന്റെ സമ്മിനോട് ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സ് ഇൻറ്റു ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് ഓരോ മെട്രിക്സുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സമ്മ് കാണുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സിലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് എ ഓർഡർ n by n. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ n ഇൻറ്റു n ഒക്കെയാണ്, അതായത് ആ ഓർഡറിനെ നമ്മൾ ഇൻറ്റു എന്നായിട്ടാണ് പറഞ്ഞത്. ആക്ച്വലി അത് അങ്ങനെയല്ല നമ്മൾ ഡിനോട്ട് ചെയ്യുക, ബൈ എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ, അതായത് n by n. ഓക്കെ, അപ്പൊ നമ്മൾ എ ഓഫ് ഓർഡർ n by n അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താണ്? ഈസ് ഈക്വൽ ടു in. I എന്ന് പറയുമ്പോൾ എന്താണ്? ഐഡന്റിക്കൽ മെട്രിക്സ് ആണ്. ഓക്കെ, ഐ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഐഡന്റിക്കൽ മെട്രിക്സ് എന്ന്. എന്താണ് ഐഡന്റിക്കൽ മെട്രിക്സ് എന്ന് പറയുന്നത്? അതായത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഒരേപോലെ വരുന്നതും ബാക്കി എലമെന്റ്സുകളൊക്കെ സീറോ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, സോറി എ അല്ല ഐ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ IN ഇൻറ്റു എ, അതായത് ഒരു ഐഡന്റിക്കൽ മെട്രിക്സ് അതേപോലെ തന്നെ ഒരു എ എന്നുള്ള ഒരു മെട്രിക്സുമായിട്ട് ഇൻറ്റു ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആണ്? അതിനെ തിരിച്ച് ഇൻറ്റു ചെയ്താലും കിട്ടുന്നത് എ എന്ന മെട്രിക്സ് ആയിരിക്കും. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ മെട്രിക്സ് എ, അതിൽ വരുന്ന എലമെന്റ് ഇതെന്താണ്? 2 എന്ന ഓർഡറിൽ വരുന്ന മെട്രിക്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ നോക്കണം, നമ്മൾ ഇത്തരത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം അല്ലെ? അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അത് രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള അതിന്റെ റോയും കോളംസിന്റെ നമ്പറും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, 2 ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്. ഐഡന്റിക്കൽ മെട്രിക്സ് എങ്ങനെയായിരിക്കും? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഒരേപോലെ ഉള്ളത് അല്ലെ? അതായത് 1, ഇവിടെ നോക്കൂ, ഡയഗണൽ എലമെന്റ്സ് ആണ് 1 ആണ് അല്ലെ? രണ്ടും സെയിം ആണ്. അതേപോലെ തന്നെ ബാക്കി എലമെന്റ്സുകൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഒരു ഐഡന്റിക്കൽ മെട്രിക്സുമായിട്ട് എ എന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അതിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും, അതായത് എ ഇൻറ്റു എ എന്ന മെട്രിക്സിനെ ഒരു ഐഡന്റിക്കൽ മെട്രിക്സുമായിട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും, ഇത് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 2 ഇൻറ്റു 1, ഒരു എക്സാമ്പിൾ ആണ്, 2 ഇൻറ്റു 1 ചെയ്താലും 1 ഇൻറ്റു 2 ചെയ്താലും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് റിസൾട്ട് എന്ന് പറയുന്നത് എ എന്ന മെട്രിക്സിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു എക്സാമ്പിളില് ഇതാണ് നമ്മുടെ എ എന്ന മെട്രിക്സ് ആൻഡ് ഐഡന്റിക്കൽ മെട്രിക്സ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിക്കൽ മെട്രിക്സ് ഇൻറ്റു എ ചെയ്ത് നോക്കണം അല്ലെ? IN ഇൻറ്റു എ. അപ്പൊ എങ്ങനെയാണ് നോക്കുക? ഐ എന്ന് പറയുമ്പോൾ സോറി എ ഇൻറ്റു IN അല്ലെ? എ ഇൻറ്റു IN ചെയ്ത് നോക്കുക ആദ്യം. എ ഇൻറ്റു IN അല്ലെ? അതായത് ആദ്യം നമ്മൾ എന്തെടുക്കുകയാണ്? ആദ്യത്തെ മെട്രിക്സ് ആയിട്ട് നമ്മൾ എ എന്ന മെട്രിക്സിനെ കൊണ്ടുവന്നു, അതിന്റെ കൂടെ ഐഡന്റിക്കൽ മെട്രിക്സ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ C11 അല്ലെങ്കിൽ എന്താണ് നമ്മുടെ A11 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ, അതായത് ഫസ്റ്റ് മെട്രിക്സിലെ റോയിലെ എലമെന്റ്സും സെക്കൻഡ് മെട്രിക്സിലെ കോളത്തിന്റെ എലമെന്റ്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? ഇവിടെ നോക്കൂ, C11 എങ്ങനെ കിട്ടുക? 1 ഇൻറ്റു
സെക്കൻഡ് മെട്രിക്സിലെ കോളത്തിലെ എലമെന്റ് അല്ലെ 1 into 1 പ്ലസ് നെക്സ്റ്റ് 2 into 2 into 0 അല്ലെ ആദ്യം ഇതും അതേപോലെ തന്നെ ഇതും അല്ലെ അതായത് ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C11 കിട്ടും. ഇനി നമ്മൾ C12 എങ്ങനെയാണ് കാണുന്നത്? C12 എങ്ങനെയാണ് കാണുന്നത്? C1 1 അല്ലെ 1 2 1 into 2 C12 എങ്ങനെയാണ് കാണുന്നത്? C1 എന്ന് പറയുമ്പോൾ എത്ര ഏതാണ്? ഫസ്റ്റ് മെട്രിക്സിലെ റോയിലെ എലമെന്റ് അല്ലെ റോയിലെ എലമെന്റ് അതായത് നമ്മൾ എങ്ങനെ പറയാ 1 into 0 പ്ലസ് 2 into 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 into 0 ചെയ്തിട്ടുണ്ടെങ്കിൽ 0 തന്നെയാണ് പ്ലസ് 2 into 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 2 അല്ലെ അപ്പൊ 0 plus 2 is equal to 2. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കൂ. ഇനി C21 കാണണം. C21 എങ്ങനെ കാണുക? ഫസ്റ്റ് എ എന്ന മെട്രിക്സിന്റെ സെക്കൻഡ് റോയും ആൻഡ് സെക്കൻഡ് ഐഡന്റിക്കൽ മെട്രിക്സിലെ ഫസ്റ്റ് റോയും തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു അല്ലെ അതായത് ഇവിടെ 3 into 0 sorry 3 into 1 plus 4 into 0 അല്ലെ 3 into 1 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 3 തന്നെയാണ് പ്ലസ് 4 into 0 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? 0 ആണ് അല്ലെ അപ്പൊ ഇത് കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ആണ്. ഇനി C22 എങ്ങനെയാണ് കാണുക? എ എന്ന മെട്രിക്സിലെ രണ്ടാമത്തെ റോ ഇൻറ്റു ഐഡന്റിക്കൽ മെട്രിക്സിലെ സെക്കൻഡ് കോളം അല്ലെ അപ്പൊ എങ്ങനെയായിരിക്കും? 3 into 0 പ്ലസ് 4 into 1 ഈസ് ഈക്വൽ ടു 4. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ആൻസർ എങ്ങനെയായിരിക്കും? അതായത് C11 എന്ന് പറയുന്നത് 1 ആണ്, C12 എന്ന് പറയുന്നത് 2 ആണ്, C13 എന്ന് പറയുന്നത് C21 എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് C22 എന്ന് പറയുന്നത് 4 ആണ് അല്ലെ അതായത് നമുക്ക് ഈ എ എന്ന മെട്രിക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എ എന്ന മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി അതേപോലെ തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ചിട്ട് ചെയ്താലും ഈ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് തിരിച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഐഡന്റിക്കൽ എലമെന്റിനെ എടുത്തു ഇൻറ്റു അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മെട്രിക്സ് എ എന്ന മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അല്ലെ അപ്പൊ ചെയ്തു നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സ് എന്റെ എലമെന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഐഡന്റിക്കൽ മെട്രിക്സിനെ ഒരു മെട്രിക്സ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിന്റെ എലമെന്റ്സ് തന്നെ ആയിരിക്കും കിട്ടുക. അതിന് നമ്മൾ തിരിച്ചിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഏത് മെട്രിക്സിനെ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ നമുക്കിത് ഈ ഒരു ഭാഗം നമുക്ക് എക്സാമിന് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാർട്ടാണ്. അപ്പൊ എന്താണ് ട്രാൻസ്പോസ് എന്ന് നോക്കാം. Interchanging rows and columns of the original matrix is called transpose. നമുക്ക് തന്നിട്ടുള്ള ഒരു മെട്രിക്സിനെ അതിനെന്ത് ചെയ്യാണ്? അതിന്റെ കോളംസിനെ അല്ലെങ്കിൽ അതിന്റെ കോളത്തിനെ നമ്മൾ റോ ആയിട്ടോ അല്ലെങ്കിൽ റോയിനെ നമ്മൾ കോളമായിട്ടോ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു ഒറിജിനൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ട്രാൻസ്പോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ അപ്പൊ ഇത് നമ്മൾ എന്താ വായിക്കുക? ട്രാൻസ്പോസ് ഓഫ് എ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് എ എന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ എന്താണ് എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 3/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നോക്കൂ ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ട്രാൻസ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അതായത് എനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിന്റെ കോളംസിനെ നമ്മൾ റോ ആക്കിയിട്ട് മാറ്റുക. ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ ഇതാണ് അതായത് ഇതാണ് ഇതിന്റെ കോളം അല്ലെ 2 കോളംസ് ആണ് ഈ ഒരു മെട്രിക്സിൽ ഉള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റോ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പൊ കോളംസിലുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്സ് ഏതാണ്? 3 2 7 അല്ലെ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റോ ആക്കിയിട്ട് മാറ്റി എഴുതാന്ന് പറയുമ്പോൾ എന്തായി മാറിയത്? 3 2 7 റോ ആക്കിയിട്ട് എഴുതി.
ആൻഡ് നെക്സ്റ്റ് വൺ നോക്കൂ 2 1 മൈനസ് 5. അതിനെ നമ്മൾ എന്ത് ചെയ്തു? റോ ആക്കിയിട്ട് എഴുതി 2 1 മൈനസ് 5 അല്ലെ. അപ്പോ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? എ എന്ന മെട്രിക്സിനെ അതിന്റെ കോളത്തിനെ നമ്മൾ എന്ത് ചെയ്തു? റോ ആയി ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു മെട്രിക്സിനെ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് ഈ ഒരു മെട്രിക്സ് 3/2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്തായി മാറിയത്? ഇവിടെ 2 റോയേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മളിത് എന്താണ്? 2 റോയും 3 കോളും ആയി മാറി അല്ലെ. അപ്പൊ 2/3 എന്ന ഓർഡറിലുള്ള മെട്രിക്സ് ആക്കി മാറ്റി. ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ കോളംസിനെ അല്ലെങ്കിൽ അതിന്റെ റോയെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്താണ് നോക്കാം. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി ആണ് ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. അതിനെ നമ്മൾ വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. എക്സാമ്പിൾ ആയിട്ട് നോക്കൂ. നമ്മുടെ എക്സാമ്പിളില് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് അല്ലെ. അതായത് അതിന്റെ എലമെന്റ്സ് നോക്കൂ 2 3 0 1. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്പോസ് ചെയ്യാണ്. ഓക്കെ, അതിനെ ട്രാൻസ്പോസ് ചെയ്തു. എങ്ങനെയായിരിക്കും? നമുക്കറിയാം ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോളംസിനെ റോ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ റോനെ നമ്മൾ കോളം ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നു അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എ എന്ന മെട്രിക്സിന്റെ കോളത്തിനെ നമ്മൾ റോ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എന്റെ ട്രാൻസ്പോസ് കിട്ടുന്നത്. നോക്കൂ, ഇതാണ് കോളം അല്ലെ. 2 0. അതിനെ നമ്മൾ എന്ത് ചെയ്തു? റോ ആക്കി മാറ്റി 2 0. അതേപോലെ തന്നെ 3 1 അല്ലെ. കോളത്തിലെ എലമെന്റ്, സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 3 1. അതിനെ നമ്മൾ സെക്കൻഡ് റോ ആക്കി മാറ്റി 3 1. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ട്രാൻസ്പോസിനെ ഇപ്പൊ നമുക്കൊരു ട്രാൻസ്പോസ് കിട്ടി, എന്റെ ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇപ്പൊ കിട്ടിയിട്ടുള്ള ട്രാൻസ്പോസ് മെട്രിക്സിനെ വീണ്ടും അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടുമെന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ നോക്കൂ, എടുത്തു നോക്കാം. ഇപ്പൊ നമുക്ക് അതായത് എ എന്ന മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും അല്ലെ. അതായത് എ ട്രാൻസ്പോസ് ഓഫ്, വീണ്ടും അതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാണ്. അതായത് 2 3 എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനെ നമ്മൾ റോ ആക്കി മാറ്റുന്നു 2 3 അല്ലെ. 0 1 എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിലെ എലമെന്റ്സിനെ നമ്മൾ റോയിലെ എലമെന്റ്സ് ആക്കി മാറ്റുന്നു 0 1 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആൻസർ തന്നെയല്ലേ നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് 2 3 0 1. അതായത് ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു, അതിനെ നമ്മൾ വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, കെ ഇൻറ്റു എ. അതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. അതായത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു സം സ്കാലാർ ക്വാണ്ടിറ്റി. അതായത് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ യൂസ് ചെയ്യാണ്. അതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു എക്സാമ്പിളില് ഇതിൽ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു 3നെ നമ്മൾ എന്ത് ചെയ്യാണ്? മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? കെ ഇൻറ്റു എ ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ ട്രാൻസ്പോസ് എന്തിന് ഈക്വൽ ആണ്? അതായത് കെ ഇൻറ്റു എ ചെയ്താൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും, ഒരു റിസൾട്ട് കിട്ടും. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? കെ ഇൻറ്റു ട്രാൻസ്പോസ് ഓഫ് എ, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ എന്ന മെട്രിക്സ്, ക്വസ്റ്റ്യനിൽ എ എന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അതിന്റെ എലമെന്റ് 2 3 0 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലെ. അതായത് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ ഇതിനെ നമ്മൾ ഒരു 3 എന്ന് പറഞ്ഞ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു എ മെട്രിക്സിലെ എലമെന്റ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ എന്തൊക്കെയായിരിക്കും ആൻസർ കിട്ടുന്നത്?
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തൊക്കെയായിരിക്കും? 3 into a is equal to എങ്ങനെയായിരിക്കും? അതായത് 3 into 2 6 കിട്ടും. അതേപോലെ തന്നെ 3 into 3 9 കിട്ടും. ആൻഡ് 3 into 0 0 കിട്ടും. 3 into 1 3 കിട്ടും. ഓക്കെ, അപ്പൊ അതായത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി അതിന്റെ എല്ലാ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3a കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിന് 3a എന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മെട്രിക്സിനെ അതിന്റെ ട്രാൻസ്പോസ് അതിന്റെ കോളത്തിനെ നമ്മൾ റോ ആക്കി മാറ്റും അല്ലെ? കോളത്തിന്റെ എലമെന്റ്സ് നോക്കൂ, 6 0. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ 6 0 എന്ന് പറഞ്ഞ എലമെന്റ്സിനെ നമ്മൾ റോയിലെ എലമെന്റ്സ് ആക്കി മാറ്റും. 6 0 ആൻഡ് 9 3 എലമെന്റ്സിനെ നമ്മൾ റോ എലമെന്റ്സ് ആക്കിയിട്ട് മാറ്റും. 9 3. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു മെട്രിക്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ ട്രാൻസ്പോസ് എന്തിന് തുല്യമാണ്? k into a. ആദ്യം നമ്മൾ k ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയെ ഒരു ട്രാൻസ്പോസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിന് തുല്യമാണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗം നോക്കണം അല്ലെ? ഈ ഭാഗം നമുക്ക് എന്താണെന്ന് കിട്ടി. ഇനി ഈ ഭാഗം നോക്കുക. ഈ ഭാഗം എന്താണ്? അതായത് ഈ ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്റെ ട്രാൻസ്പോസ് കാണണം. ഓക്കെ, എന്റെ ട്രാൻസ്പോസ് കാണുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യനില് മെട്രിക്സ് തന്നിട്ടുള്ളത് ഇതാണ് അല്ലെ? എ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് കാണണം. ഇതിന്റെ അതായത് എന്റെ ട്രാൻസ്പോസ് കാണാന്ന് പറയുമ്പോൾ നോക്കൂ, ഇതിലെ കോളത്തിനെ നമ്മൾ റോ ആക്കി മാറ്റണം. നോക്കൂ, ഇവിടെ 2 0 2 0 എന്ന് പറഞ്ഞിട്ടുള്ള കോളം എലമെന്റ്സിനെ നമ്മൾ റോ എലമെന്റ്സ് ആക്കി മാറ്റും. എന്താക്കി മാറുന്നു? 2 0. 3 1 എന്ന് പറഞ്ഞിട്ടുള്ള കോളം എലമെന്റ്സിനെ നമ്മൾ റോ എലമെന്റ്സ് ആക്കി മാറ്റുന്നു. 3 1. ഇനി എന്ത് ചെയ്യാണ്? അങ്ങനെ കിട്ടിയ ട്രാൻസ്പോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കാലാർ ക്വാണ്ടിറ്റി ഇവിടെ 3 ആണ്. അപ്പൊ നമ്മൾ ട്രാൻസ്പോസിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 3a ട്രാൻസ്പോസിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ആദ്യം നമ്മൾ ഒറിജിനൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുന്നു. എന്നിട്ട് ആ ഒരു ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ട്രാൻസ്പോസ് ആണ് കാണുന്നത്. ഇവിടെ രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ പറയുന്നത്? ആദ്യം നമ്മൾ ഒരു ഒറിജിനൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുന്നു. അതിനെ ആ കണ്ട റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, അങ്ങനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? 3 ആണ് നമ്മുടെ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? 3 into 2 6, 3 into 0 0, 3 into 3 9, 3 into 1 3. ഈ ആൻസർ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്? അപ്പൊ അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇത് ആദ്യം നമ്മൾ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ അതിന്റെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന്റെ ട്രാൻസ്പോസ് എന്തിന് ഈക്വൽ ആണ്? ഒരു ഒറിജിനൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അതിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു മെട്രിക്സ് നോക്കുക. a plus b. അതായത് ഇപ്പൊ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ a plus b അല്ലെ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി അങ്ങനെ കിട്ടുന്ന സമ്മിന്റെ ട്രാൻസ്പോസ് എന്തിന് ഈക്വൽ ആണ്? ഇത് സെപ്പറേറ്റ് ഇതിന്റെ ഓരോ, അതായത് എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അതേപോലെ തന്നെ ബി എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അതിന്റെ സമ്മിനോട് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കണം? എ പ്ലസ് ബി കാണണം അല്ലെ? എയും ബിയും തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് കാണണം. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? സെപ്പറേറ്റ് ആയിട്ട് എന്റെ ട്രാൻസ്പോസ് കണ്ട് അതേപോലെ തന്നെ ബി എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ട് അത് തമ്മിൽ അല്ലെങ്കിൽ അതിന്റെ സമ്മ് കാണുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ
എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് ബി ചെയ്യണം അല്ലെ. എ പ്ലസ് ബി എങ്ങനെ ചെയ്യാം? ഇത് തമ്മിൽ എ മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. എങ്ങനെ ആഡ് ചെയ്യാ? 2 + 3 5 കിട്ടും, 3 + 4 7 കിട്ടും, 0 + 2 2 കിട്ടും, 1 + 1 2 കിട്ടും അല്ലെ. അതാണ് എ പ്ലസ് ബി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ട്രാൻസ്പോസ് കാണണം അല്ലെ. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുക? അതായത് ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും? കോളം എലമെന്റ്സിനെ റോ എലമെന്റ്സ് ആക്കി മാറ്റി എഴുതുന്നു അല്ലെ. 5 2 എന്ന കോളം എലമെന്റ്സിനെ 5 2 എന്ന റോ എലമെന്റ്സ് ആക്കി മാറ്റി എഴുതി. 7 2 എന്ന കോളത്തിനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ റോ ആക്കി ട്രാൻസ്പോസ് ചെയ്തു അല്ലെ. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സം റിസൾട്ടിന്റെ ട്രാൻസ്പോസ് ആണ് ഇത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നോക്കുക. ഇനി ഇത് നമ്മൾ ചെയ്തു നോക്കുക. അതായത് ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്തിന് ഈക്വൽ ആവുന്നുണ്ടോ? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് എ പ്ലസ് ട്രാൻസ്പോസ് ഓഫ് ബി. ഓക്കെ, അപ്പൊ നോക്കാം, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിന്റെയും ട്രാൻസ്പോസ് കണ്ടിട്ട് അതിനെ പ്ലസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഇതിനോട് ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. നോക്കൂ, ഇവിടെ ഈ മെട്രിക്സ് എ അതിന്റെ ട്രാൻസ്പോസ് അല്ലെ എങ്ങനെയായിരിക്കും? 2 0 എന്നുള്ളത് റോ ആക്കി എഴുതുക, 2 0. 3 1 എന്നുള്ളത് റോ ആക്കി എഴുതി, 3 1 അല്ലെ. ഇപ്പൊ എന്റെ ട്രാൻസ്പോസ് കിട്ടി. ഇനി ബിന്റെ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും? 3 2 എന്നുള്ളത് റോ ആക്കി എഴുതി, 4 1 എന്നുള്ളത് റോ ആക്കി എഴുതി അല്ലെ. ഇപ്പൊ ബിന്റെ ട്രാൻസ്പോസും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ കൂട്ടണം. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം. 2 + 3 = 5 അല്ലെ. 0 + 2 = 2 അല്ലെ. അതേപോലെ തന്നെ 3 + 4 = 7. 1 + 1 = 2 അല്ലെ. അതായത് ഈ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോ നമ്മളിവിടെ ഒരു രണ്ട് മെട്രിക്സിന്റെ സം എടുത്ത് അതിന്റെ ട്രാൻസ്പോസ് കാണുന്നത് എന്തിന് ഈക്വൽ ആണ്? ഓരോ മെട്രിക്സിന്റെയും സെപ്പറേറ്റ് ട്രാൻസ്പോസ് എടുത്ത് അതിന്റെ സമ്മ് കാണുന്നതിനോട് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നോക്കുക. ഒരു ഐഡന്റിക്കൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്തിന് തുല്യമായിരിക്കും? ആ ഒറിജിനൽ ഐഡന്റിക്കൽ മെട്രിക്സിന് തുല്യമായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഐഡന്റിക്കൽ മെട്രിക്സ് ഇതാണ് അല്ലെ. അതായത് ഐഡന്റിക്കൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് 1 0 എന്ന കോളത്തിനെ റോ ആക്കി മാറ്റിയ 1 0, 0 1 എന്നുള്ള കോളത്തിനെ റോ ആക്കി മാറ്റിയാൽ 0 1 അല്ലെ. അതായത് നമുക്ക് ഒരു ഐഡന്റിക്കൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? അതിന്റെ ഒറിജിനൽ ഐഡന്റിക്കൽ മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പൊ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് പറയാണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നു, ഐ എന്നുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ട്രാൻസ്പോസ് കാണാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ട്രാൻസ്പോസ് കാണാനൊന്നും നോക്കണ്ട. എന്ത് എഴുതിയാൽ മതി? ഐഡന്റിക്കൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്താ അതേ മെട്രിക്സിനെ തന്നെ തിരിച്ച് ഇട്ടാൽ മതി അല്ലെ. അതായത് നമുക്ക് തന്ന ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ഐഡന്റിക്കൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്തിന് ഈക്വൽ ആണ്? ഒറിജിനൽ ഐഡന്റിക്കൽ മെട്രിക്സിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇനി അടുത്തത് നോക്കൂ. രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് എന്തിന് ഈക്വൽ ആണ്? അതിനെ തിരിച്ചിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. അതായത് ഇപ്പോൾ നോക്കൂ, ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എ ഇൻറ്റു ബി ചെയ്താൽ അതിന്റെ പ്രൊഡക്റ്റ് കിട്ടും. അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്? ബി എന്നതിന്റെ ട്രാൻസ്പോസ് എടുത്ത് എ എന്നതിന്റെയും ട്രാൻസ്പോസ് എടുത്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ അത് തെളിയിക്കാൻ നമുക്കിവിടെ ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം അല്ലെ. ഇത് ചെയ്ത് നോക്കണം. എ ഇൻറ്റു ബി. ഓക്കെ, എ ഇൻറ്റു ബി എങ്ങനെയാണ് ചെയ്യുക? അതായത് എയും ബിയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് ആദ്യം നമ്മൾ C11 കാണണം, C11 കാണണം, C12 കാണണം, C21 കാണണം, C22 കാണണം അല്ലെ. C11 എങ്ങനെയാണ് കാണുക? 2 into 3 plus 3 into 2 അല്ലെ. 3 into 2 is equal to 12 കിട്ടും.
ഇനി C12 എങ്ങനെയാണ് കാണുക? അതായത് C12 എങ്ങനെയാണ് കാണുക? 3 into അതായത് ഫസ്റ്റ് റോയിലെ എലമെന്റ് ഇൻറ്റു ഫസ്റ്റ് റോയിലെ എലമെന്റ് ഏതാണ്? 2 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം അല്ലെ, അതായത് ഏതാണ്? സെക്കൻഡ് കോളം 4 അല്ലെ. അപ്പൊ 2 into 4 പ്ലസ് അതേപോലെ തന്നെ 3 into 1 is equal to 11 കിട്ടും. ഇനി അതേപോലെ തന്നെ അടുത്തത് നോക്കുക, C21 എങ്ങനെയാണ് കാണുക? നോക്കൂ ഇവിടെ 0 into 3 plus 1 into 2. ഓക്കെ, അതേപോലെ തന്നെ അടുത്തത് അതേ, അപ്പൊ നമുക്ക് 2 കിട്ടും. ഇനി അടുത്തത് കാണണം അല്ലെ, C22 കാണണം. എങ്ങനെയാണ്? 0 into 4 plus 1 into 1. അപ്പൊ നമുക്ക് 1 കിട്ടും. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും എടുത്തു പറയാണ്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റിലെ റോയിലെ എലമെന്റിനെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിനോട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് C11. അതായത് C11 എന്ന് പറയുമ്പോൾ എന്താ? ഒന്നാമത്തെ റോ ഇൻറ്റു ഒന്നാമത്തെ കോളം. C12 എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ റോ ഇൻറ്റു രണ്ടാമത്തെ കോളം. C21 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്തെ റോ ഇൻറ്റു ഒന്നാമത്തെ കോളം. C22 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്തെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ രണ്ടാമത്തെ കോളം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെട്രിക്സിലെ C1 എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവും അല്ലെ. ഇവിടെ 1 2 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും. ഓക്കെ, 2 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റത്തെ കോളവും. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ട്രാൻസ്പോസ് കാണണം. ഈസി അല്ലേ? എന്താണ്? അത് തിരിച്ചിട്ടാൽ മതി, ഇന്റർചേഞ്ച് ചെയ്താൽ മതി അല്ലെ. കോളത്തിനെ റോ ആക്കി മാറ്റിയാൽ മതി അല്ലെ. അതായത് ഇവിടെ കോളം 12 2 അതാണ് കോളത്തിലെ എലമെന്റ്. അതിനെ നമ്മൾ റോ ആക്കി മാറ്റി എഴുതി. 11 1 നമ്മൾ റോ ആക്കി മാറ്റി എഴുതി. ഇതാണ് A into B അല്ലെ. A into B ന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും സെപ്പറേറ്റ് ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഇവിടെ നോക്കൂ, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിലെ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ബിന്റെ ട്രാൻസ്പോസ് കാണുകയാണ്. ബിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? 3 2 നമ്മൾ എന്ത് ചെയ്യുക? റോ ആക്കിയിട്ട് എഴുതുക. 4 1 നമ്മൾ റോ ആക്കിയിട്ട് എഴുതി. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എന്റെ ട്രാൻസ്പോസ് കാണണം. ഓക്കെ, ട്രാൻസ്പോസ് എ എങ്ങനെയായിരിക്കും? 2 0 നമ്മൾ റോ ആക്കിയിട്ട് എഴുതി. 3 1 നമ്മൾ റോ ആക്കിയിട്ട് എഴുതി അല്ലെ. കോളത്തിനെ നമ്മൾ റോ ആക്കിയിട്ട് മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് ബിയും ട്രാൻസ്പോസ് ഓഫ് എയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് കിട്ടുക? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്? A into B കണ്ട് അതിന്റെ ട്രാൻസ്പോസ് കാണുന്നതിനോട് തുല്യമായിരിക്കും. അതായത് ഈ റിസൾട്ടിനോട് തുല്യമായിരിക്കും ഈ ഒരു റിസൾട്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഈ ഒരു ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക, സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താലും അത് ഒറിജിനൽ മെട്രിക്സിന് തുല്യമായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, നമുക്കിവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കറിയാം ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ കോളംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോയിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ റോയിനെ നമ്മൾ കോളം ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. അതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എ എന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 1 5 4 ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ റോ ആക്കിയിട്ട് എഴുതുന്നു. 1 5 4. അതേപോലെ തന്നെ 5 2 -1 ആ കോളത്തിനെ നമ്മൾ റോ ആക്കിയിട്ട് എഴുതുന്നു. 5 2 -1 ആൻഡ് 4 -1 3 അല്ലെ. അതിനെ നമ്മൾ റോ ആക്കിയിട്ട് എഴുതുന്നു. 4 -1 3. അപ്പൊ നമുക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒറിജിനൽ മെട്രിക്സിന്റെ അതേപോലെയുള്ള എലമെന്റ്സ് തന്നെയാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്. ഇതാണ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള മെട്രിക്സ് അല്ലെ. അപ്പോ എന്ത് നോക്കൂ, ഇതിന്റെ സെയിം എലമെന്റ്സ് തന്നെയാണ്. അത് സെയിം ഒറിജിനൽ മെട്രിക്സിന് ഈക്വൽ ആണ് എന്ത്? അതിനെ ട്രാൻസ്പോസ്
ചെയ്തപ്പോഴും കിട്ടുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നോക്കുക, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് ഒരു മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ if ട്രാൻസ്പോസ് ഓഫ് എ ഈസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് എ. അല്ലെ, എന്താണ് നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത്, ഒരു മെട്രിക്സിനെ അതിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെഗേഷൻ എന്ന് വിളിക്കാം. അല്ലെ, നെഗേഷൻ ഓഫ് മെട്രിക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലെ ഇത്. ഓക്കെ, മൈനസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ഇതിലെ എലമെന്റ്സ് 0, 5, 4, -5, 0, -1, -4, 1, 0. ഇതാണ് ഇതിന്റെ എലമെന്റ്സ്. ഇനി ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാണ്. അപ്പൊ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കണം? നമ്മുടെ ഒറിജിനൽ മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ വിപരീത ചിഹ്നത്തിലായിരിക്കണം നമുക്ക് കിട്ടുന്ന ട്രാൻസ്പോസ്ഡ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ നോക്കുക, അങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ എ എന്ന മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒറിജിനൽ മെട്രിക്സിലെ എലമെന്റ്സ്. ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എങ്ങനെയായിരിക്കണം? ഇതിന്റെ ഒക്കെ 0, അതേപോലെ തന്നെ +4 ഉള്ളത് -4 ആവണം, സോറി +5 ഉള്ളത് -5 ആയിരിക്കണം, +4 ഉള്ളത് -4 ആയിരിക്കണം. അങ്ങനെയായിരിക്കണം നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. നോക്കാം, ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ഫസ്റ്റ് റോ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്തു അല്ലെ. 0, -4, -5, -4 അല്ലെ, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. 0, -5, -4. ആൻഡ് സെക്കൻഡ് കോളം 5, 0, 1, അതിനെ നമ്മൾ റോ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്തു. 5, 0, 1. ആൻഡ് തേർഡ് കോളം 4, -1, 0, അതിനെ നമ്മൾ റോ ആക്കിയിട്ട് ഇന്റർചേഞ്ച് ചെയ്തു. 4, -1, 0. ഓക്കെ, ഇനി നോക്കുക, അത് തമ്മിൽ നോക്കി നോക്കുക. ഇതിൽ നോക്കൂ, നമുക്ക് കിട്ടിയ ഒറിജിനൽ മെട്രിക്സിന്റെ വിപരീത ചിഹ്നത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അതിന്റെ ട്രാൻസ്പോസ് അല്ലെ. അതായത് +5 ഉള്ളത് ഇവിടെ -5 ആയി, +4 ഉള്ളത് ഇവിടെ +4 ഉള്ളത് ഇവിടെ -4 ആയി. ആൻഡ് നെക്സ്റ്റ് റോയിൽ നോക്കൂ, -5 ഉള്ളത് ഇവിടെ +5 ആയി, 0, 0 അങ്ങനെ തന്നെ. നെക്സ്റ്റ് -1 ഉള്ളത് ഇവിടെ എന്തായി മാറി? +1 ആയി മാറി. -4 ഉള്ളത് +4 ആയി, 1 ഉള്ളത് -1 ആയി, 0, 0. ഇതാണ് പറയുന്നത്. അതായത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ നെഗേഷൻ ഓഫ് ഒറിജിനൽ മെട്രിക്സ് അല്ലെ. ഒറിജിനൽ മെട്രിക്സിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റിയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത നോക്കൂ, ഓർത്തോഗോണൽ മെട്രിക്സ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ട്രാൻസ്പോസുമായിട്ട് വിപരീതമായിട്ട് അല്ലെ. അതായത് വിപരീതമായിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും. നോക്കാം, ഇവിടെ നമുക്ക് 2 എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 1/3 ഇൻറ്റു, അതായത് ഇവിടെ ഒരു 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് കാണണം. ഒന്നും ചെയ്യണ്ട, ഇതിന് എന്ത് ചെയ്താൽ മതി? 1/3 എന്ന് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതിയിട്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇതിന്റെ ഓർത്തോഗോണൽ മെട്രിക്സ് എങ്ങനെയായിരിക്കും നോക്കുക. അതായത് ഇവിടെ നമ്മൾ ഇത്രയും എടുത്ത് എഴുതിയാൽ മതി, 1/3 എന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ട്രാൻസ്പോസ് കാണാം അല്ലെ. ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും കാണുക? 1, 2, -2 എന്നുള്ളത് റോ ആക്കി മാറ്റുക അല്ലെ. 1, 2, -2, 2, 1, 2 എന്നുള്ള കോളത്തിനെ നമ്മൾ റോ ആക്കി മാറ്റുന്നു. 2, 1, 2, 2, -2, -1 എന്നുള്ള കോളത്തിനെ നമ്മൾ റോ ആക്കി മാറ്റുന്നു. 2, -2, -1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള ട്രാൻസ്പോസുമായിട്ട് ഒറിജിനൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും? 1/3 ഇൻറ്റു എങ്ങനെയായിരിക്കും? ഒറിജിനൽ മെട്രിക്സ് ഇൻറ്റു 1/3 അതേപോലെ തന്നെ ട്രാൻസ്പോസ് ഓഫ് ഒറിജിനൽ മെട്രിക്സ് അല്ലെ. അതായത് എ എന്നുള്ള മെട്രിക്സിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/9 കിട്ടും അല്ലെ. അതായത് 1/3 ഇൻറ്റു 1/3 ചെയ്താൽ നമുക്ക് 1/9 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. നമുക്കറിയാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് അല്ലെ. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിന്റെ റോയിലെ എലമെന്റ്സും സെക്കൻഡ് മെട്രിക്സിലെ കോളത്തിലെ എലമെന്റ്സുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും: 9, 0, 0,
0900009 അല്ലെ. അതായത് ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് അല്ലെ. ആ ഡയഗണൽ മെട്രിക്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഐഡന്റിക്കൽ മെട്രിക്സ് ആവും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ 1/9 അല്ലെ, ഈ 9നെ നമ്മൾ വെട്ടിയാൽ 9 കൊണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. ഇതിനെ എല്ലാ എലമെന്റ്സുമായിട്ട് നമ്മൾ ഇൻഡു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്ത് ആയി കിട്ടും, 1 1 ആയി കിട്ടും അല്ലെ. അതൊരു ഐഡന്റിക്കൽ മെട്രിക്സ് ആയി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഓർത്തോഗോണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്യൂ മെട്രിക്സ് ആൻഡ് സിമെട്രിക് മെട്രിക്സ് ആൻഡ് ഓർത്തോഗോണൽ മെട്രിക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെട്രിക്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് കോളംസിനെയും റോസിനെയും അറേഞ്ച് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു അറേയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓർഡറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് m/n എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ ഓർഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ റോസിലെയും കോളംസിലെയും ഉള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും, എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മെട്രിക്സിന്റെ കോളംസിനെയും നമ്പറിനെയും ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഫസ്റ്റ് റോ, അതായത് ഇപ്പോൾ എത്ര കോളംസിന്റെ ഒരു മെട്രിക്സിൽ എത്ര കോളം നമ്പറുകൾ ഉണ്ട്, അതിന് നമ്മളൊരു ക്രോസ് ചിഹ്നം യൂസ് ചെയ്യുന്നു അല്ലെ, m ക്രോസ് ചിഹ്നം. ഇതിനെ നമ്മൾ ബൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്പർ ഓഫ് കോളം അല്ലെ. ആദ്യം നമ്മൾ റോയിനെയാണ് എടുക്കുന്നത് അല്ലെ. അതായത് ഇവിടെ നമ്മളിപ്പോ ഈ ഒരു മെട്രിക്സ് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും, ഇവിടെ നമ്മൾ നോക്കുക എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് നോക്കുക അല്ലെ. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്, 3 റോസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 3 അല്ലെ. ഇനി നമ്മൾ അടുത്തത് എത്ര കോളംസ് ഉണ്ട് എന്ന് നോക്കുക. നെക്സ്റ്റ് 1 2 3 അങ്ങനെ 3 കോളംസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 3 എന്ന് എഴുതാം അല്ലെ. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, റോകളുടെ എണ്ണവും ആൻഡ് സെക്കൻഡ് നമ്മൾ നോക്കുന്നത് കോളംസിന്റെ എണ്ണവുമാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, 3/3 എന്നുള്ള ഒരു മെട്രിക്സ് ആണ് ഇത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, ഐഡന്റിക്കൽ മെട്രിക്സ്, സ്കാലാർ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സ്, സീറോ മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ് ആൻഡ് സബ് മെട്രിക്സ്. അങ്ങനെ പല ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ കുറിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് മെട്രിക്സ് ഓൾജിബ്ര അല്ലെ. അതായത് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് അല്ലെ. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ കോളം അല്ലെങ്കിൽ അതിന്റെ റോനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് വിളിക്കാം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടും കൂടി ഇതിൽ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്ക്യൂ മെട്രിക്സ്, അതേപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ്, അതേപോലെ തന്നെ ഓർത്തോഗോണൽ മെട്രിക്സ്, അങ്ങനെ പല ഫോം ഓഫ് ട്രാൻസ്പോസിന്റെ മെട്രിക്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ.